1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് ഉദ്ഘാടനം ഈ മാസം 25-ന് 178 വീടുകൾ അതിജീവിതർക്കായി കൈമാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് ചേരുന്നു. ഒപ്പം റിനു, എപ്പോഴായിരിക്കും ഈ വീട് കൈമാറ്റം ഉണ്ടാവുക? ആദ്യഘട്ടത്തിൽ എത്ര പേർക്ക് വീട് നൽകുന്നു? രണ്ടാം ഘട്ടം എപ്പോഴേക്കും ഉണ്ടാകും? സുഹൈൽ, അതുതന്നെയാണ് വലിയ പ്രതീക്ഷയുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലായതെന്നുള്ളതും കൂടിയാണ്. ആദ്യഘട്ടത്തിൽ, അതായത് മൊത്തത്തിലുള്ള ഈ ഒരു ദുരന്തബാധിതർ, ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്നുള്ളത് 327 പേരാണ്. ഇപ്പോൾ അതിൽ 175 വീടുകളാണ് ആദ്യഘട്ടത്തിൽ ഈ 25-ാം തീയതി 4 മണിയോടുകൂടി അതിൻ്റെ താക്കോൽ കൈമാറ്റം അടക്കം നടത്തുന്നത്. റവന്യൂ മന്ത്രി അടക്കം നടക്കുന്ന വലിയൊരു സദസ്സിൽ വെച്ചാണ് ഇത്തരത്തിലൊരു കൈമാറ്റം ഉണ്ടാവുക എന്നുള്ളതും കൂടിയാണ് മനസ്സിലാവുന്നത്. 178 പേർക്ക് പട്ടയം കൈമാറും എന്നുള്ളതും കൂടിയാണ് നമുക്ക് വ്യക്തമാകുന്നത്. നമ്മളോടൊപ്പം ഈ ആക്ഷൻ കൗൺസിൽ അംഗമായ മനോജ് ഉണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇപ്പോൾ വലിയൊരു പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്? വളരെയധികം സന്തോഷമുള്ള പ്രഖ്യാപനമാണ്. അത് ആദ്യഘട്ടം ഫെബ്രുവരിയോടുകൂടി തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. ചെറിയൊരു താമസം വന്നെങ്കിലും ഈ ഒരു പ്രഖ്യാപനം എങ്ങനെ കാണും? വലിയ രീതിയിലുള്ള ഒരു സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഉരുൾപൊട്ടിയ ആ സമയത്ത് പിന്നെ വളരെ മാനസിക പ്രയാസത്തിൽ, ആ സമയം മുതൽ വളരെയധികം മാനസിക പ്രയാസത്തിലായിരുന്നു ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നീട് സർക്കാർ നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചു. എല്ലാം കൃത്യമായി കിട്ടുന്നുണ്ട്. പിന്നെ ദിനപത്യായ 9 18 ഒരു കുടുംബത്തിന്, കിടപ്പ് രോഗികളുണ്ടെങ്കിൽ ഒരു 9 കൂടെ കിട്ടും. പിന്നെ വാടക കിട്ടുന്നുണ്ട് 1000 രൂപേൻ്റെ കൂപ്പൺ കിട്ടുന്നുണ്ട്. മറ്റെല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. എന്നാൽ പോലും ഞങ്ങളെ ഉള്ളിലുള്ള ഒരു പ്രയാസം നമുക്ക് എടുത്തു മാറ്റാൻ പറ്റാത്തൊരു പ്രയാസമുണ്ട്. കാരണം ഞങ്ങൾ അവിടെ ഒരു മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്ന 2 ഗ്രാമങ്ങളിലാണ് ഈ ഒരു ദുരന്തം കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. ഈ 2 ഗ്രാമങ്ങൾ തുടച്ചു നീക്കി. അപ്പോൾ ആ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് വന്ന ഞങ്ങളിപ്പോൾ വയനാട് ജില്ലേൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഒറ്റപ്പെട്ട് കഴിയാണ്. പല ഭാഗങ്ങളിലായിട്ട് ഒറ്റപ്പെട്ട് കഴിയും. സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പൊതുജനങ്ങളെ എല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിൽ പോലും പല ഭാഗങ്ങളിലായിട്ട് ഞങ്ങളൊരു ഒറ്റപ്പെട്ട പ്രതീതിയിലാണുള്ളത്. അതിൽ നിന്നൊരു മോചനം ആണ് ഈ ഉദ്ഘാടനം, ഇപ്പോൾ 25-ന് ഉദ്ഘാടനം പ്രഖ്യാപിച്ചതോടുകൂടെ ഞങ്ങൾക്കുള്ളത്. ആ സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട മുണ്ടക്കൈ ചൂരൽമല എന്ന ഗ്രാമം അതേപോലെ ഇങ്ങോട്ടേക്ക് പറിച്ചു നടന്ന ഒരു സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്. സർക്കാർ ഈ ഒരു കാലയളവിൽ തന്നെ ഞങ്ങൾക്കിത് തരാൻ കഴിഞ്ഞാൽ ഉള്ളൊരു അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി ഉള്ള ബാക്കിയുള്ള കുറച്ചും കൂടി വീടുകൾ പണി തീർന്നുകൊണ്ട് ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾ കുറച്ചുകൂടി ബാക്കിയുണ്ട്. അവർക്കും ഈ പെട്ടെന്ന് തന്നെ ഈ 1-2 മാസത്തിനുള്ളിൽ തന്നെ അതും കൂടി കൈമാറുമ്പോഴാണ് ഞങ്ങൾ ആ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം ഇവിടെ പൂർണ്ണതയിലെത്തുക. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും ആധുനികമായിട്ടുള്ള രീതിയിലാണ് ഈ വീടുകൾ ഇവിടെ കാണുന്നത്. നിങ്ങളെല്ലാം പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൻ്റെ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും താഴ്ചയിൽ ഇതെടുത്ത് പുട്ടിങ്ങൊക്കെ കൂടി 9 പില്ലറോട് കൂടി 1000 സ്ക്വയർ ഫീറ്റിന് 9 പില്ലർ എന്ന് പറയുന്നത് അതും വലിയ രീതിയിലുള്ള പില്ലറാണ്. അങ്ങനെ നമ്മൾ ഇന്ന് വരെ സ്വപ്നം കാണാത്ത വീടുകളാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ മേലെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും സോളാർ പാനൽ ഉൾപ്പെടെ ഇതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുണ്ട്. കിച്ചണിൽ ഉൾപ്പെടെ, ബെഡ്റൂമിൽ ഉൾപ്പെടെ ഇൻറ്റീരിയർ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഗേറ്റ് ഉണ്ട്, മതിലുണ്ട്, ഇൻ്റർലോക്ക് ഉണ്ട്. ഇത്രയും സൗകര്യത്തോടു കൂടി ഒരു പുനരധിവാസം എന്ന് പറയുന്നത് മുൻപെങ്ങും കാണാത്ത ഒരു സംവിധാനമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിലാണ് ഞങ്ങൾ നേരിട്ടുള്ളത്. അതിന് സമാനതകളില്ലാത്ത ഒരു പുനരധിവാസം, ഇതാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ. വലിയ രീതിയിൽ സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും നാളത്തെ നറുക്കെടുപ്പിലും 25-ലെ ഉദ്ഘാടനത്തിലും പങ്കെടുക്കാൻ വേണ്ടിയുള്ള സന്തോഷത്തോടു കൂടിയുള്ള കാത്തിരിപ്പിലാണ്. അതുതന്നെയാണ്, സമാനതകളില്ലാത്ത ദുരന്തത്തിന് സമാനതകളില്ലാത്ത പുനരധിവാസം തന്നെ നടന്നു എന്നുള്ളതും കൂടിയാണ് മനോജേട്ടൻ നമ്മളോടൊപ്പം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇതിനായി ഈ മോഡലിലുള്ള വീടുകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം, അതിവേഗം ദ്രുതഗതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ, ഈ വീട് നിർമ്മാണം അടക്കമുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് അല്ലെങ്കിൽ രാത്രി പകലില്ലാതെ അത്രത്തോളം മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതും തന്നെയാണ് നമുക്ക് കാഴ്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു. ആദ്യഘട്ടത്തിൽ 175 വീടുകളാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി കൈമാറുന്നത് എന്നുള്ളതും കൂടിയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. 178 പേർക്ക് പട്ടയം കൈമാറുമെന്നുള്ളതും കൂടിയുണ്ട്. നമുക്കറിയാം, 327 ഗുണഭോക്താക്കളാണ് ഇതിലുള്ളത്. അതിൽ ആദ്യ 3 പട്ടികകളായി തിരിച്ചിട്ടാണ് ഇതിനെ സംബന്ധിച്ചുള്ള നടപടികളൊക്കെ. അതിലെ ആദ്യ പട്ടികയിലുള്ള 242 പേരിൽ നിന്നാണ് നറുക്കെടുപ്പിലൂടെ, നാളെയാണ് ആ നറുക്കെടുപ്പുള്ളത്, നാളെ ആ നറുക്കെടുപ്പിലൂടെ 175 പേരെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് 25-ാം തീയതി 4 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി ഈ വീടുകളുടെ 175 വീടുകളുടെ താക്കോൽ കൈമാറും എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു. 178 പേർക്ക് പട്ടയമടക്കം
നൽകുമെന്നുള്ളതും കൂടിയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഈ പ്രദേശത്ത് നോക്കിയാൽ അത്രത്തോളം ഈ ഒരു എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഇതിനെ സംബന്ധിച്ച് ഈ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികളുമൊക്കെ തന്നെ വളരെ ദ്രുത വേഗതയിൽ നടന്നു എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ പലതവണ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ സ്ഥിരം കേൾക്കുന്നതാണ്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ തന്നെ വളരെ മികച്ച രീതിയിൽ വളരെ വേഗതയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോൾ ഫെബ്രുവരിയോട് കൂടി തന്നെ ഇതിനുള്ള താക്കോൽ കൈമാറ്റമൊക്കെ തന്നെ നടക്കുമെന്നുള്ളതും കൂടിയാണ് നമുക്ക് മനസ്സിലായിരുന്നത്. എന്നാൽ അതിനെ സംബന്ധിച്ചുള്ള തീയതിയൊന്നും നമുക്ക് കൃത്യമായി അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഫെബ്രുവരി അവസാന വാരം എന്നുള്ളത് ഫെബ്രുവരി 25 എന്നുള്ള ആ തീയതിയിലേക്ക് ആ ഒരു പ്രഖ്യാപനം വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ ദുരന്തബാധിതരടക്കം ഈ ഒരു പ്രഖ്യാപനത്തെ സകലതും ഉരുളെടുത്ത മനുഷ്യരാണ്. അവർക്ക് ബാക്കി വന്നത് ജീവൻ മാത്രമാണ്. അവർക്ക് വീണ്ടും വീടൊരുങ്ങുന്നു. അതും ഏറ്റവും മികച്ച ആധുനിക സൗകര്യങ്ങളുള്ള വീട്. ഉടൻ തന്നെ ഇതിന്റെ ആദ്യഘട്ട വിതരണ ഉദ്ഘാടനം ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.